ആരാടി പാതിരാത്രി വിളിക്കുന്നേ? അനു ആണല്ലോ. അനു, അവളുടെ ഫോൺ ഓക്കെ ആയോ? അവളുടെ ഫോണിൽ നിന്ന് കോള് വരുന്നേ. നീ കോൾ എടുക്ക്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അനു, കിരൺ, ഇവിടെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്താ പ്രശ്നം? ഇവിടെ ആരോ വന്നു. ആരും അവിടെ ഒളിച്ചിരിക്കായിരുന്നോ? ഞങ്ങൾ ആരവിനെ എവിടെയെല്ലാം അന്വേഷിച്ചു, അവനെ കണ്ടില്ല. അവൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവനെ നിന്റെ അമ്മയോ അങ്കിളോ കണ്ടോ? തിരിച്ചറിഞ്ഞോ? അങ്കിൾ ആരവനെ കണ്ടു. പക്ഷെ അതിനു മുൻപ് ആരവൻ നിന്റെ അങ്കിളിനെ അടിച്ചിട്ടോ? എന്റെ ദൈവമേ, ആര് വേണ തട്ടിയോടി? ഞാൻ പറയാം. അനു, ആരവ് അവൻ എങ്ങോട്ടാ പോയേ? അറിയില്ല. അവനിപ്പോ ഇവിടെ ഇല്ല. നിങ്ങളൊന്നിങ്ങോട്ട് വരൂ. ഞാനിവിടെ തനിച്ചിരിക്കുക, വല്ലാതെ പേടിച്ചിരിക്കുക. നിങ്ങളൊന്ന് വേഗം വരൂ. നീ പേടിക്കണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താട്ടോ. എന്തൊക്കെയാ അവന്റെ വീട്ടിൽ നടക്കുന്നേ? അനു ആകെ പേടിച്ചിരിക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം. അനുവിന്റെ അങ്കിളിനെ ആ അവസ്ഥയിലാക്കിയത് ആരവായിരിക്കില്ല അല്ലേ? ആരവല്ലാന്നല്ലേ അവള് പറഞ്ഞേ. എന്താ സംഭവിച്ചെന്ന് അനുവിന് അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നിങ്ങൾ റെഡിയാവ്. മാഡം, ഇതെങ്ങനെ സംഭവിച്ചതാ? നേരത്തെ BP ഉള്ളതാണോ? നന്ദന് ഒരു അസുഖവും ഇതുവരെ ഉണ്ടായിട്ടില്ല സർ. പെട്ടെന്ന് തലകറങ്ങി വീണതാ. എല്ലാ ടെസ്റ്റുകളും നടത്തിയ ശേഷമേ എന്തെങ്കിലും പറയാനാകൂ. മാഡം പുറത്ത് വെയിറ്റ് ചെയ്യൂ. കരയുന്നേ? ഞങ്ങള് വന്നില്ലേ? നിങ്ങളേക്ക് ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. നിങ്ങളിവിടെ വന്നു പോയപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും കാണാൻ പറ്റിയില്ലല്ലോ. ആരോ വന്ന് നിന്റെ ഈ റിയൽ സിറ്റുവേഷൻ പറയുന്നവരെ നീ ഏത് അവസ്ഥയിലാന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എല്ലാം ആരവ് നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇതെല്ലാം ഒറ്റയ്ക്ക് എവിടെ കിടന്ന് അനുഭവിക്കാതെ നിനക്ക് എവിടെ നിന്നെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? വീടിന് പുറത്തു പോകാൻ പറ്റണ്ടേ? ഈ വീട് വിട്ട് പുറത്തിറങ്ങിയ അമ്മയുടെ അങ്കിളിന്റെ ഫോണിൽ ആ ദൃശ്യം എത്തും. അല്ല, നിന്റെ സ്റ്റെപ്പ് ഫാദറിനെ അടിച്ച് അബോധാവസ്ഥയിലാക്കിയത് ആരവ് തന്നെയാണോ? അവനല്ലെന്ന് അവൻ പറഞ്ഞത്. ഡോറ് ലോക്കായിരുന്നു. അകത്തെന്താ നടന്നെന്ന് എനിക്കറിയില്ല. ആരവനെ അയാളെ കീഴ്പ്പെടുത്തുമെന്നായിരുന്നു എന്റെ ഭയം. എല്ലാം കഴിഞ്ഞ് ആരോ പുറത്തിറങ്ങി വന്നപ്പോഴാ അയാൾ അബോധാവസ്ഥ കിടക്കുന്ന കണ്ടത്. അപ്പൊ ആരവല്ല ഇവളുടെ അങ്കിളിനെ പഞ്ഞി കിട്ടത്. ആരും കണ്ടിട്ടില്ലല്ലോ.
ആരവ് അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിലോ? അല്ല അനു, നിന്റെ അങ്കിള് ആരവിനെ തിരിച്ചറിഞ്ഞിരിക്കയല്ലേ? ആരവൻ അങ്കിളെ തിരിച്ചറിഞ്ഞപ്പോഴ പ്രശ്നമായത്. ഇവളുടെ അങ്കിളിന് ബോധം വീഴുമ്പോ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞ പണിയാവുമല്ലോ. അത് പ്രശ്നമാവോ? അയാൾക്ക് ബോധം വീണതായിട്ട് അറിയാമോ? ഇതുവരെ ബോധം വീണിട്ടില്ല. ഇവിടെ ആരെങ്കിലും ആരവിനെ കണ്ട് തിരിച്ചറിഞ്ഞ പ്രശ്നമാ. അയാൾ പോലീസിനോട് പറയാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ തടയും? പാവ ആരവ്, ഞാൻ കാരണം അവന് ജയിലിൽ പോകേണ്ടി വരുമോ? നീ അതോർത്ത് ടെൻഷൻ ആവാതെ. ആരവ് എന്റെ ഫ്രണ്ടാണെന്ന് അങ്കിൾ അറിഞ്ഞിരിക്കല്ലേ? എന്റെ ഈശ്വരാ, ഇവളാങ്ങളാ കിടപ്പി കിടന്നു പോണേ. എന്നാ ആരവിന്റെ പേര് പുറത്തു പറയില്ലല്ലോ. ആരവ് എങ്ങോട്ട് പോയിന്ന് നിനക്കറിയാമോ? ആ സമയത്ത് അമ്മ വന്നപ്പോ അവനോട് എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ അവനെ കണ്ടില്ല. ഞാൻ ഇവിടെ ഒക്കെ നോക്കി. ഈ വീട്ടില് ആരവില്ല. ഇവിടെ നടന്ന സംഭവം കണ്ട് പേടിച്ച് അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണും. അന്ന് റെസ്റ്റോറന്റിൽ വെച്ചു ഇങ്ങനെയായിരുന്നു. ആരവിന്റെ അടി കൊണ്ട് വീണ മന്ത്രിയുടെ മകൻ പിന്നീട് മരണപ്പെട്ടു. അപ്പൊ ഇവളങ്ങള് തട്ടിപ്പോവോ? മേഘെ, നീ അങ്ങനൊന്നും പറയാതെ. പാവ ആരവ്, നമ്മൾ കാരണം അവൻ ഒരു പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് അകപ്പെടുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പോവാം. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. അത് വേണ്ട. അതെന്താ, ഹോസ്റ്റലിലേക്ക് പോണ്ടേ? ഹോസ്റ്റലിലേക്ക് പോകണം. നിന്റെ അമ്മ എവിടെ ഇല്ലാത്തപ്പോ നീ ഇറങ്ങി വരുന്നത് ശരിയല്ല. നിന്റെ അമ്മയുടെ പെർമിഷനോടെ വരുമ്പോഴേ നിനക്ക് ആ പഴയ സന്തോഷം തിരിച്ചു കിട്ടും. ഇവളുടെ അമ്മ പെർമിഷൻ കൊടുക്കാതിരുന്നാലോ? ആദ്യം ഇവളുടെ അങ്കിളുടെ സ്ഥിതി എന്താണെന്ന് അറിയണം. ബാക്കി കാര്യം അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. അനു, നീ ടെൻഷൻ ആവണ്ട. ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോം സ്റ്റേയിലുണ്ട്. എന്താവശ്യം വന്നാലും വിളിച്ചാൽ മതി. ഞങ്ങൾ ഇവിടെ എത്തും. നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ സന്തോഷം. നീ സമാധാനായിട്ടിരിക്കെ, എല്ലാം ശരിയാവും. രഘുനന്ദന്റെ വീഴ്ച ഒരു സാധാരണ വീഴ്ച അല്ലല്ലോ മാഡം. എങ്ങനെയാണ് വീണതെന്ന് ആർക്കും അറിയില്ലേ? വീട്ടില് മകള് മാത്രമേ അപ്പോ ഉണ്ടായിരുന്നുള്ളൂ. അവളും കണ്ടില്ല. വീണ് കിടക്കുന്നതാ അവള് കണ്ടത്. സ്പൈനൽ കോഡിന് നല്ല ഷോക്കാണ് കിട്ടിയിരിക്കുന്നത്. എഴുന്നേറ്റിരിക്കുന്ന കാര്യം സംശയമാണ്. ഇപ്പോൾ കോമ സ്റ്റേജിലാണ് രഘുനന്ദൻ. സാർ, നന്ദന് റിക്കവറി ഉണ്ടാവില്ലേ? നേരിയ ചാൻസ് ഇല്ലാതില്ല. അറ്റ് പ്രസന്റ് നമുക്ക് അയാളുടെ റിക്കവറിയെ പറ്റി ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കുറച്ചുനാൾ ഈ സ്റ്റേജിൽ തന്നെ തുടരേണ്ടി വരും. നന്ദന്റെ തുടർ ചികിത്സയ്ക്ക് അതിനെന്താ ചെയ്യേണ്ടത്? 2 ദിവസം കൂടി നമുക്കിവിടെ കെയർ ചെയ്യാം. അത് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി കെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്.